പരിശുദ്ധ ഖുർആനുമായി എപ്പോഴും അഭേദ്യമായ ബന്ധം വേണം. ഈ റമദാൻ മാസത്തിൽ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ ഇബാദത്ത് ഖുർആൻ ഓതി ഖത്തം തീർക്കലാണ്. ഞാൻ എന്റെ കഴിഞ്ഞ കൊല്ലത്തെയും മേലത്തെ കൊല്ലത്തെയും പ്രഭാഷണം ഈ വേദിയിൽ വെച്ച് നടത്തിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. റമദാൻ മാസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഖുർആൻ അവതരിപ്പിച്ച മാസമാണെന്നാണ്. ഖുർആൻ അവതരിപ്പിച്ച മാസമായതുകൊണ്ടാണ് ലൈലത്തുൽ ഖദർ ഈ മാസത്തിൽ അല്ലാഹു വെച്ചത്, ബദർ യുദ്ധം ഈ മാസത്തിൽ അല്ലാഹു വെച്ചത്, പാപമോചനത്തിന് ഈ മാസത്തിൽ അല്ലാഹു പ്രത്യേകത കൊടുത്തത്, നരകമോചനത്തിന് അല്ലാഹു ഈ മാസത്തിൽ പ്രത്യേകത കൊടുത്തത്, അമലുകൾക്ക് അല്ലാഹു 10 ഇരട്ടി 70 ഇരട്ടി പ്രതിഫലം വെച്ചത് എല്ലാം പരിശുദ്ധ ഖുർആനിന്റെ ഒറ്റ കാരണം കൊണ്ടാണെങ്കിലോ 19 ദിവസം നമ്മൾ ഇന്ന് കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ. കിട്ടാവുന്ന 11-10 ദിവസങ്ങൾ ഖത്തമുൽ ഖുർആൻ വീടായ വീടുകളിലൊക്കെ ഖുർആൻ പാരായണം നടക്കട്ടെ. ഉമ്മമാരെ, വീടിന്റെ അകത്ത് നമുക്കിന്ന് എല്ലാ സൗകര്യങ്ങളും അല്ലാഹു തന്നിട്ടുണ്ട്. ഈ വേങ്ങര 50 കൊല്ലം മുമ്പത്തെ വേങ്ങരയില്ല. ഇപ്പോ ഒരു വലിയ ചെറിയ ചെറിയ വീടുകളുടെ കൂടെ ഉണ്ടായിരുന്ന വേങ്ങര ഇന്ന് മനോഹരമായ വീടുകളായി, വലിയ വലിയ കാറുകളായി, മക്കളൊക്കെ വലിയ വലിയ ഹൈ പൊസിഷനിലായി. സുബ്ഹാനല്ലാഹ്, കച്ചവട കേന്ദ്രമായി മാറി. അല്ലാഹു തആല തന്ന നിഅമത്താണ്, അതിനെ വിസ്മരിച്ചു പോകണ്ട. അതുകൊണ്ട് അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഖുർആൻ ഓതുന്ന ഏർപ്പാട് നിങ്ങൾ അവിടെ അധികരിപ്പിക്കണം. എല്ലാ ഭവനങ്ങളിലും ഖുർആനോത്ത് തുടരണം. പഴയ കാലഘട്ടങ്ങളിൽ നമ്മുടെ വീട്ടിൽ ഖുർആൻ ഓതാൻ അറിവില്ലാത്തവരുണ്ടായിരുന്നുവെങ്കിൽ അറിവുള്ള ഉസ്താദിനെ വിളിച്ചു വരുത്തി, മുസ്ലിയാരെ വിളിച്ചു വരുത്തി വീടുകളിൽ ഖത്തം ഓതിയിട്ട് 27-ാം രാവിലെ ഖത്തം തകരക്കുന്ന ഒരു ഏർപ്പാട് നമ്മുടെ നാട്ടിൽ നിന്ന് അകന്നു പോയല്ലോ. അത് പുനഃസ്ഥാപിക്കപ്പെടണമെന്ന് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ആവശ്യപ്പെടുന്നു. കാരണം ഈ മാസം ഖുർആനിന്റെ മാസമാണ്, ഖുർആൻ അവതരിപ്പിച്ച മാസമാണ്. ധാരാളം ഖുർആനങ്ങ് ഓതിക്കോ. ഖുർആൻ പാരായണം ധാരാളം ഓതണം ഈ മാസം. എല്ലാവരും ഒരു ഖത്തെങ്കിലും തീർക്കണട്ടെ മോനെ. ഓതാൻ അറിയാത്തവരിൽ ഒരാളെ എത്തിയിട്ട് ഞാൻ ഓതിയ പോലെയാണ്, അതുകൊണ്ട് ഒരു ഖത്ത എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഓതുന്ന പോലെ ഓതുമോനെ എന്ന് പറഞ്ഞ് പണം കൊടുത്ത് ഓതിപ്പിക്കുക. ഈ റമദാൻ മാസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഖുർആൻ അവതരിപ്പിച്ചതാണല്ലോ. അതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒരു ഉപദേശം, ഖുർആൻ ധാരാളമായി ഓതുക. വീടുകളിൽ നമ്മുടെ സ്ത്രീകൾ കണ്ട വേണ്ടാവൃത്തികളും ചാനലുകളൊക്കെ കണ്ട് അതിന്റെ അഡിക്റ്റുകളായി മാറിപ്പോവുക. ദൃശ്യമാധ്യമങ്ങൾ വല്ലാതെ നമ്മൾ ആകർഷിക്കാൻ. TV കാണണ്ടെന്നല്ല ഞാൻ പറയുന്നത്, മീഡിയ നോക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അതിനൊക്കെ നിയന്ത്രണങ്ങൾ വെക്കണം. കാണാവുന്നതേ കാണാവൂ. കാണാത്ത സാധനം, കാണാൻ പറ്റാത്തത് നമ്മുടെ മീഡിയകളിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മൾ അവോയ്ഡ് ചെയ്യണം. ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ആ വൃത്തികേടുകൾക്ക് വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കരുത്. നമ്മുടെ വീടുകളിൽ ഖുർആൻ പാരായണത്തിന് പ്രത്യേകത കൊടുത്തുകൊണ്ട് ഈ മാസം ബർക്കത്തുള്ള മാസമാക്കി മാറ്റണം. അതുപോലെ തന്നെ ഈ മാസം ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിപ്പോ ഒരു ജനറൽ വായതാണ് നമ്മളോട് പറയുന്നത്. നമ്മൾ വേങ്ങരയിൽ നല്ലൊരു ഖുർആൻ ക്ലാസ് നിങ്ങൾ നടത്തുക. ഖുർആൻ അറിയുന്ന ഉസ്താദിനെ കൊണ്ടുവന്ന് ഖുർആൻ എന്താണെന്ന് പറയാം, അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുക, അത് ഓതാൻ പറഞ്ഞു കൊടുക്കുക, അതിന്റെ ആയത്തിറങ്ങിയ സാഹചര്യം പറഞ്ഞു കൊടുക്കുക, എന്തിനു വേണ്ടിയാണ് ഈ ആയത്തിറങ്ങിയത് എന്ന് പഠിപ്പിച്ചു കൊടുക്കുക. ഇതൊക്കെ വിശദമായിട്ട് ഖുർആനിലേക്ക് അങ്ങ് ഇറങ്ങിയാണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്, ഖുർആനിലേക്ക് അങ്ങ് ഇറങ്ങിയാലും മോനെ അറിവിന്റെ ബഹറാ ഖുർആൻ. ഒരായത്തിന് തന്നെ 10,000-കണക്കിന് അർത്ഥം വ്യാഖ്യാനമുള്ള അല്ലാഹുവിന്റെ ബുദ്ധിയാണ് പരിശുദ്ധ ഖുർആൻ. ഇസ്ലാമിന്റെ എല്ലാമാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ ആഴത്തിൽ പഠിക്കാത്തതാണ് ഇന്നത്തെ യുവതലമുറ. വാസ്തവത്തിൽ ഇസ്ലാമിനെ വളരെ മോശമായി കാണാനും മറ്റുള്ള ആളുകളും ഇസ്ലാമിനെ മോശമായി കാണാനുള്ള കാരണം ശരിക്കും ഖുർആൻ അവർക്ക് മനസ്സിലായി.